വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് പ്രണയബദ്ധരായ രാജീവും നിമിഷയും തേനിയിലെ ഫാം ഹൌസിൽ ഒളിച്ചു താമസിച്ചിരുന്നത്. തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോയ അവർക്കരികിലേക്ക് ഒരുനാൾ രാജീവിന്റെ ബന്ധുക്കൾ എത്തുകയും രാജീവിനെ ബലമായി പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തു. തേനിയിൽ ചായക്കട നടത്തിയിരുന്ന മലയാളിയായ രാമേട്ടനിൽ അഭയം പ്രാപിച്ച നിമിഷ സ്വന്തം വീട്ടുകാർക്ക് മുന്നിലും ഒടുവിൽ പുറന്തള്ളപ്പെട്ടു. ഗർഭിണിയായ നിമിഷയെ കൈവിടാൻ മനസ്സില്ലാത്ത രാമേട്ടൻ മക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് അവളെ വീട്ടിൽ താമസിപ്പിച്ചു. നിമിഷ പ്രസവിച്ച കുഞ്ഞിനെ ഡോക്ടർക്ക് കൊടുക്കാനെന്ന വ്യാജേനെ രാമേട്ടനും മക്കളും വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാനുള്ള അവരുടെ ശ്രമം പരാജയപ്പെട്ടതോടെ രാമേട്ടന്റെ മകൻ ഭാസി കുഞ്ഞിനെ ആളൊഴിഞ്ഞൊരു കാറിൽ ഉപേക്ഷിച്ചു. കുറ്റബോധത്താൽ നീറിപ്പുകഞ്ഞ രാമേട്ടൻ ഒടുവിൽ മക്കളുടെ നിർബന്ധപ്രകാരം ദീപ എന്ന ഗർഭിണിയായ സ്ത്രീയെ പരിചരിക്കാനായി മറ്റൊരു വീട്ടിലേക്ക് നിമിഷയെ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞുവിട്ടു. ദീപയെ പരിചരിക്കുന്ന നിമിഷ തന്റെ കുഞ്ഞിനെപ്പറ്റി ആവലാതി പൂണ്ട് മുന്നോട്ടു പോയി. ഇതിനിടയിൽ ദീപയുടെ ഭർത്താവ് ശ്രീഹരി വിദേശത്തു നിന്നും നാട്ടിലെത്തി. പ്രസവത്തോടെ ദീപ മരിക്കുന്നതോടെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി നിമിഷ സ്നേഹിക്കുന്നു. കഥയറിയാതെ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6:30 ഫ്ലവേഴ്സിൽ.